ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഷ്ട്രീയ വൈരാഗ്യം, രാഷ്ട്രീയ പകപോക്കൽ എന്നിങ്ങനെ തന്നെയാണ് എല്ലാവരും പി വി അൻവറിന്റെ ഈ ഒരു അറസ്റ്റിനെ വിശേഷിപ്പിക്കുന്നത്. താങ്കളുടെ പ്രതികരണം എത്തരത്തിലാണ്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏത് കേസിലാണ് ഇപ്പോൾ ശ്രീ പി വി അൻവറിനെ ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്? ശ്രീ പി വി അൻവറിനെതിരെ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് അന്വേഷണവുമില്ല, വീട് വളയലുമില്ല, അറസ്റ്റുമില്ല. കാരണം എന്തായിരുന്നു? അന്ന് അദ്ദേഹത്തിന്റെ പ്രിവിലേജ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഭരണപക്ഷ MLA ആയിരുന്നു. ഇന്ന് ആ ഇമ്മ്യൂണിറ്റി ഇല്ലാതാകുമ്പോൾ ഒരു പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ ആനൊരു മനുഷ്യനെ ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ പ്രക്ഷോഭം നടത്തുമല്ലോ. ആ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒരു MLA കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് അധികാരത്തിന്റെ അഹന്തയും അധികാരത്തിന്റെ ധാർഷ്ട്യവുമാണ്. ആ അഹങ്കാരവും ധാർഷ്ട്യവും ആദ്യമായിട്ടല്ല കേരളം കാണുന്നത്, എത്രയോ തവണ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും ഈ അറസ്റ്റിനെ ഇത്തരത്തിലുള്ള പോലീസ് വാഴ്ചയെ അംഗീകരിക്കുവാൻ ആവുകയില്ല. ഈ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ പൊതുപ്രശ്നം, അത് ഈ പറയുന്ന വനവകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിലാണല്ലോ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വലതുപക്ഷത്തിന്റെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ, ഈ വിഷയത്തിൽ ആ മേഖലയിൽ ഉണ്ടാകുമോ? അതിന്റെ പിന്തുണയെ പറ്റി എനിക്കറിയില്ല. ഞങ്ങൾ വലതുപക്ഷ പ്രസ്ഥാനമല്ല. ഇനി അങ്ങയുടെ ചോദ്യം UDF-നെ പറ്റിയിട്ടാണ് എങ്കിൽ UDF-ന്റെ പിന്തുണ എല്ലാ കാലത്തും ജനകീയ വിഷയങ്ങളോടുണ്ട്. ഏതെങ്കിലും വ്യക്തികളോടുള്ളതല്ല, ജനകീയമായ വിഷയങ്ങളോട് ഞങ്ങൾക്ക് എല്ലാ കാലത്തും പിന്തുണയുണ്ട്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് സർക്കാരിന്റെ കൺസേൺ? പൊതു മുതൽ നശിപ്പിക്കുന്നതാണോ സർക്കാരിന്റെ കൺസേൺ? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ ശ്രീ പിണറായി വിജയൻ തൊട്ട് എത്ര പേർക്ക് തുടരാനായിട്ടുള്ള അവകാശമുണ്ട്? ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള ചവിട്ട് നാടകം, നിയമസഭയ്ക്കകത്ത് ചവിട്ട് നാടകമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അങ്ങനെ നമ്മളെല്ലാവരും കണ്ട ആ ദൃശ്യമില്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച് ശ്രമം നടത്തിയ സർക്കാരല്ലേ, അതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച സർക്കാരല്ലേ? ആ കേസിൽ മന്ത്രിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുവാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കിയ സർക്കാരല്ലേ ഈ സർക്കാർ? അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനിലൊക്കെ വലിയ ജാഗ്രതയുള്ളൊരു സർക്കാരാണ് എന്നുള്ളത് ഇവരുടെ മുൻകാല ചെയ്തികളിൽ അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.